ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ന് എന്തായാലും ഈ തീരുമാനം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അതുണ്ടായില്ല. അത് എന്തായാലും ആ, ആളെ കണ്ടെത്തിയിരിക്കുന്നു. ആ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. അതിനിപ്പോ ഒരു ഓസ്പീഷ്യസ് ഡേ അല്ലാത്തത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. ഇനി എന്തായാലും ആരോടും കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് പറഞ്ഞു ആളെ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ പ്രഖ്യാപനം നാളെ ഉള്ളൂ. അപ്പൊ അവിടെ വെച്ച് ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അതിന്റെ ഒരു സസ്പെൻസ് ഏതാണ്ട് നമുക്ക് തീരുന്നു. നാളത്തേക്ക് പ്രഖ്യാപനമുണ്ട്. ഇന്ന് രാത്രി, ഇനിയിപ്പോ പാതിരാത്രി, അങ്ങനെയൊന്നുമില്ല. പിന്നെ രേണു ചോദിച്ച ചോദ്യം സ്റ്റീലിംഗ് ഓഫ് ദ മാൻഡേറ്റ് ആണോ എന്ന് താങ്കൾക്കൊരു വാദമുണ്ടല്ലോ. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന നിലവിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള വി ഡി സതീശൻ, അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി സ്ഥാനം ആ, നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് വലിയ അളവിൽ അതൊരു സ്റ്റീലിംഗ് ഓഫ് ദ മാൻഡേറ്റ് തന്നെയാണ്. ഇത് നേരത്തെ ശ്രീ എന്താ പറയാ ആ, പലരും സൂചിപ്പിച്ചതുപോലെ ഇത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രതിഷേധമേ അല്ല. ഇത് ആരൊക്കെയോ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധമാണ്. ആരൊക്കെയോ ചേർന്ന് സൃഷ്ടിച്ചെടുക്കുന്ന പ്രതിഷേധമാണ്. ഇതൊരാൾക്കൂട്ടത്തിന് ഇറക്കി വിടുകയാണ്. അവരല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ഈ യഥാർത്ഥത്തിലുള്ള ഒരു ഗൗരവത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരിക്കുകയോ അല്ലെങ്കിൽ അത് കണ്ടിട്ടും മറ്റു ചില ഉദ്ദേശങ്ങളോടെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അങ്ങനെയല്ല. ഇതിപ്പോ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങൾ അസ്വസ്ഥരാവുകയും അവിടെയെല്ലാം ഈ പറയുന്ന മുസ്ലിം ലീഗിന് വലിയ എന്താ പറയാ വലിയ സ്വാധീനമൊന്നുമില്ലാത്ത പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഈ എം എൽ എമാരോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ പേര് പറഞ്ഞു ഈ പേര്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഇത് അങ്ങനെ ഒരു 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 ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം അല്ല എന്ന് ആദ്യം തിരിച്ചറിയാം. എന്തുകൊണ്ട് വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, കാരണം അദ്ദേഹമാണ് ഈ ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് യു ഡി എഫ് എന്ന് പറയുന്ന ഈ മുന്നണിയെ നയിച്ചത്. അദ്ദേഹമാണ് ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഇലക്ഷൻ മാനേജർ എന്നുള്ള നിലയ്ക്ക് യു ഡി എഫിന് തുടർച്ചയായ വിജയങ്ങൾ സമ്മാനിച്ചത്. അദ്ദേഹമാണ് ഈ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് ഉയർത്തിയത്. അദ്ദേഹമാണ് ഈ സംഘടനയ്ക്ക് ഒരു 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 മിഷണറി, അതായത് ജയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടമായിട്ട് ഇലക്ഷൻ കാലത്ത് മാത്രം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കേഡർ പാർട്ടികളായ ഇടതുമുന്നണിയെയും അല്ലെങ്കിൽ സി പി എമ്മിനെയും അതുപോലെ തന്നെ ബി ജെ പിയെയും പോലും ഇലക്ഷൻ മാനേജ്മെന്റിൽ പിന്നിലാക്കുന്ന ആ രീതിയിലേക്ക് ഈ പാർട്ടിയെ കൺവെർട്ട് ചെയ്തത് ഈ മുന്നണിയെ കൺവെർട്ട് ചെയ്തത് അദ്ദേഹമാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ മികവിനെ അംഗീകരിക്കുന്നു. അദ്ദേഹമാണ് ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് വിശ്വസിക്കുന്നത് ഒരു തെറ്റാണെങ്കിൽ ആ ജനം ശരിയാണെന്ന് എവിടെ പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം എന്നും ഈ തെരഞ്ഞെടുക്കപ്പെട്ട ശരി. എം എൽ എമാർക്കൊക്കെ പല താല്പര്യങ്ങളുണ്ടാവും. കാരണം നേതൃത്വത്തെ കാണുമ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് തുറക്കും എന്ന് പറഞ്ഞ പോലെ അവർക്കൊക്കെ പല താല്പര്യങ്ങളുണ്ടാവും. പക്ഷെ വോട്ട് ചെയ്ത സാധാരണ മനുഷ്യർക്ക് അവർക്ക് താല്പര്യമില്ല. അവരാഗ്രഹിക്കുന്നത് അവരെ നയിക്കാൻ പോകുന്ന, അവർക്ക് അവരാഗ്രഹിക്കുന്ന ആ മുന്നണിയെ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് നയിച്ച, അത് കൃത്യമായി പ്രവചിച്ച ആ ആ ആ ഒരു ഒരു കണക്കുകൂട്ടലുകളൊക്കെ എല്ലാ കണക്കുകൂട്ടലുകളും ഒരുപോലെ കറക്റ്റായി നടത്തിയ ഒരു മനുഷ്യൻ, നിലപാടുകളുള്ള, തീരുമാനങ്ങളുള്ള, മതേതരത്വത്തിന് വേണ്ടി ഒരു ഭരണം ഇല്ലെങ്കിലും വേണ്ടില്ല എന്ന് പറയുന്ന, വർഗീയതയ്ക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരാളെ കുറെ കാലങ്ങൾക്ക് ശേഷം ആ പാർട്ടി ആ മുന്നണി കാണുകയാണ്, ആ ജനങ്ങൾ കാണുകയാണ്. അതിന്റെ ഒരു 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 എന്താ പറയുക ഒരു അഫിനിറ്റി അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു 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 സ്നേഹം, ഒരു വികാര വായ്പ് ആ മനുഷ്യനോട് ഉണ്ടാകുന്നു. അങ്ങനെയാണ് വലിയ നേതാക്കൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഒരു നേതാവ് ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നേതാവാകുന്നത്. നരേന്ദ്രമോദിക്ക് ആ ഒരു സ്നേഹ വായ്പ കിട്ടുന്നുണ്ട്, ആ ഒരു വികാര വായ്പ കിട്ടുന്നുണ്ട്. നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിരുന്നു, ഒരു പരിധിവരെ രാജീവ് ഗാന്ധിക്ക് കിട്ടിയിരുന്നു, മുമ്പ് കെ കരുണാകരനും അതുപോലെ തന്നെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരിൽ പലർക്കും വി എസ് അച്യുതാനന്ദന് കിട്ടിയിരുന്നു. ശരി. പിണറായി വിജയനും ഈ തെരഞ്ഞെടുപ്പ് വരെ അത് ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം ഒരു കാര്യം കോൺഗ്രസിൽ ഒരു നേതാവിന് വരുമ്പോ അല്ലെങ്കിൽ ജനങ്ങൾ സ്വമേധയ എങ്ങനെയാണ് ഇങ്ങനെ ജനങ്ങളെ തെരുവിൽ ഇറക്കാൻ പറ്റുന്നത്? അത്ര എളുപ്പമാണോ അത്? അങ്ങനെ ഈ പ്രകടനത്തിന് ആളെ കൂട്ടിക്കൊണ്ടുവന്നാൽ 500 രൂപയും തച്ചുദേശം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഭക്ഷണം ബിരിയാണിയും കൊടുത്തിട്ട് ഇങ്ങനെ ആളുകളെ ഇറക്കാൻ പറ്റുമോ? ഇതൊക്കെ തീർച്ചയായും. വളരെ ഓർഗാനിക് ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനെ നിങ്ങൾ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആളുകളെ ഇങ്ങനെ വില കുറച്ച് കാണരുത്. അവർക്ക് ഒരു വികാരമുണ്ട്. ആ വികാരത്തിലാണ് അവർ വോട്ട് ചെയ്തത്. അവരാഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് അവസാന നിമിഷം വേറെ എന്താ പറയുക ചില അട്ടിമറികൾ നടക്കുന്നു. മാൻഡേറ്റിനെ സ്റ്റീൽ ചെയ്യുന്ന, കൊള്ളയടിക്കുന്ന
രീതിയിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാര വിക്ഷോഭമാണ് തെരുവിലിറങ്ങിയുള്ള മുദ്രാവാക്യമായി മാറുന്നത്. അതിനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ആരൊക്കെയോ ചേർന്ന് നിക്ഷിപ്ത താല്പര്യക്കാർ ചേർന്നുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ സങ്കടകരമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.